ഗാസയെക്കുറിച്ച് സംസാരിക്കാതെ ഇന്നത്തെ ദിവസം നമുക്ക് കടന്നുപോകാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നെറ്റ്സരീം ഇടനാഴി എന്ന് പറയുന്ന ഈ ഗാസ നഗരത്തിലൂടെ നടുവിലൂടെ കടന്നു പോകുന്ന ഇടനാഴിയുണ്ട്. ആ ഇടനാഴി ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചിരിക്കുന്നു. ഈ ഗാസയെ ഇപ്പോൾ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന ആളോടുകൂടി എത്രയും വേഗം ഒഴിഞ്ഞു പോകാനുള്ള പ്രഖ്യാപനം, മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ എണ്ണം 15,000-ഓളം എത്തി നിൽക്കുന്നു എന്ന ഏറ്റവും സങ്കടകരമായ കാര്യവും നമ്മുടെ മുൻപിലുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് രശ്മി എന്നോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. രശ്മി, ഗാസ നഗരത്തെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. നെറ്റ്സരീം ഇടനാഴി പിടിച്ചെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇനി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരോടുകൂടി എത്രയും വേഗം ആ പ്രദേശം വിട്ട് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. അതെ മനു, 5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ഗാസ സിറ്റിയിലേക്കാണ് ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ അയച്ച് ആ സിറ്റിയെ പൂർണ്ണമായും വളഞ്ഞിരിക്കുന്നത്. നെറ്റ്സരീം ഇടനാഴി കൂടി പിടിച്ചെടുത്തതോടെ ഗാസയെ രണ്ടായി വിഭജിച്ചു എന്ന് തന്നെ പറയാം. തെക്കും വടക്കും എന്ന നിലയിലാണ് ഗാസയെ നിലവിൽ വിഭജിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വടക്ക് ഭാഗത്തോടുകൂടി ഗാസയിലെ സാധാരണ ജനങ്ങളോട് ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. അല്ലാത്തപക്ഷം ഹമാസിനെ പോലെ തീവ്രവാദ സംഘമായി സാധാരണ ജനങ്ങളെയും കണക്കാക്കുമെന്നും അവരെ തീവ്രവാദ സംഘമായി കണക്കാക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. ഹമാസിനെ സമ്പൂർണ്ണമായി നിരായുധരാക്കുന്നതുവരെ തങ്ങൾ ഈ സൈന്യത്തെ ഈ പ്രവർത്തനം തുടരുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ട്രംപിന്റെ ഒരു 20ഓളം ഉപാധികൾ ഗാസ സിറ്റിയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള 20ഓളം ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഉപാധി ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ വെടിനിർത്തലാണ് ട്രംപ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ അതിനിടയിലാണ് ഇസ്രായേലിൽ പെട്ടെന്നൊരു പൊടുന്നനെ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഉപാധികളിലും നിരവധിയധികം ഗാസയിലെ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുള്ളതായി പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടയിലാണ് ഗാസയിലേക്ക് നിലവിൽ സഹായമായി എത്തിക്കൊണ്ടിരുന്ന 500ഓളം ബോട്ടുകൾ നിലവിൽ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇവ ഗ്രേറ്റ തുൻബർഗ് അടക്കമുള്ള പ്രവർത്തകർ ഉൾപ്പെടുന്ന ബോട്ടിനെയാണ് നിലവിൽ ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ ബോട്ടുകൾ തടഞ്ഞു വെച്ച് അവരുടെ അതത് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഒരു നടപടി ഇസ്രായേൽ കൈക്കൊണ്ടിരുന്നു. ഇതിന് സമാനമായി ഗാസയിലേക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും എത്തരുതെന്ന ഒരു നിലപാടിന്റെ ഭാഗമായാണ് നിലവിൽ ഇസ്രായേലി ബോട്ടുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. മനു.